നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇത് ഈ ഒരു സീൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം. ഇപ്പം കണ്ടോണേ, ഇത് ഓരോ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്ന രീതികൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ആര് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോ KPCC അവിടെ നിന്നാണ് തുടങ്ങിയത്. എന്തായാലും ഇന്ന് ഉണ്ടായിരുന്നവരും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളും കൂടുതലും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെയാണ്. കേട്ടോ, നമുക്ക് ആര് വന്നാലും സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കേട്ടോണേ, കണ്ടോണേ. എന്താ ചേച്ചി, അങ്ങോട്ട് വളച്ചൊടിക്കാൻ പറ്റുന്നില്ലല്ലേ? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നേതാക്കന്മാരെല്ലാവരും കൂടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ആര് വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവർ 3 പേരും കൂടെ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആര്? നമ്മുടെ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. ആ ഒരു പോയിന്റ്, ആര് വന്നാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല? അത് എടുത്ത് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അതും അവിടെ നിന്ന് ഫോൺ കോളിൽ കൂടെ ഒരാളത് പറഞ്ഞപ്പം ചേച്ചിയുടെ മുഖത്തായ എക്സ്പ്രഷൻ കണ്ടോ? ഓക്കെ, ഒന്നും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. പറഞ്ഞിട്ടുണ്ട്. അതെ. VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ളവർ മാത്രം ലൈക്ക് അടിക്കുക, മാത്രം. ബാക്കിയുള്ളവർ കമന്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ടും കൂടെ അങ്ങ് എഴുതുക. എന്താണ് അതിന്റെ കാര്യം എന്നൊക്കെ എനിക്ക് ലൈക്കിന്റെ എണ്ണം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു കാര്യം ഇങ്ങനെ നമ്മുടെ രാഹുൽ സംബന്ധമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ടോപ്പ് 18 19 KR ഈ ഒരു കാര്യത്തിൽ അതുണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടേരെ. ഓക്കെ, ഇനി അപ്പം നേതാക്കന്മാർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും വേണ്ടതാണ്. എന്തായാലും ഇന്നലെ ഡൽഹി പോയി, ഇന്ന് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആരാന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഉടനെ തന്നെ. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ 2.5 വർഷം ഈ പറയുന്ന VDയും 2.5 വർഷം ചെന്നിത്തല ആവാനാണ് ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ MP മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ തന്നെ ഇപ്പം വന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇച്ചിരി അഹങ്കാരമല്ലേ? എന്താ ഇങ്ങനെ? എന്തായാലും ഇന്നത്തെ അവരുടെ ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ചിലപ്പോൾ ഇത് നാളെ രാവിലെ ഇത് വീഡിയോ വരുത്തുള്ളായിരിക്കും. ഇതെല്ലാം ഒന്ന് കേട്ട് നോക്ക്. പറയാനുണ്ട്, നമ്മളൊരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചെയ്തു തിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചെയ്തു തിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകളിലേക്ക് കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിലക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നു നിങ്ങളോടെല്ലാവരോടും എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തനങ്ങൾ ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുന്ന ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റ് മീറ്റിംഗ് അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ജനങ്ങൾക്ക് KCയുടെ നിപ്പും മട്ടമൊക്കെ കണ്ടില്ലേ? എന്തോ ഒരു നിധി കിട്ടിയ പോലെ ഉണ്ടല്ലോ. KCയുടെ മുഖമൊക്കെ കണ്ടിട്ട് എന്തോ വലിയൊരു നിധി കിട്ടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും 2-3 ദിവസം ആകുമ്പോൾ അറിയാലോ. ഇനി തമ്മിലടിയും കാര്യങ്ങളൊന്നും ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവരരുത്. ഇനി ആരായാലും ശരി. പിന്നെ ഗ്രൂപ്പിന്റെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്കത് വേണ്ട. എല്ലാവരും നല്ല രീതിയിൽ പോവുക മാത്രമേ ഉള്ളൂ. ഇനി കേസ് പറയുന്നത് കേൾക്കാം. ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണം ഉണ്ടാക്കാനാണ്. അതിന് നിർഭാഗ്യകരമായ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി
ഈ കാര്യത്തിൽ സഹായകരമായി പ്രവർത്തിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷെ മറ്റുള്ളവരെ എൻ്റെ പൊന്ന് കേസി, നിങ്ങൾ ഒരാൾ കാരണമാണ് ഇത്രയും പ്രശ്നമുണ്ടായത്. എന്തുകൊണ്ട് പ്രവർത്തകർ ഇറങ്ങി തെരുവില? താങ്കൾ MP ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു? അതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടായത്. അതാലോചിക്കണം. തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. പണ്ട് ഈ അമ്മമാരുടെ ഒരു സ്വഭാവം, ഈ റോഡിൻ്റെ സൈഡിൽ പിള്ളേർ നിൽക്കുമ്പോൾ പിള്ളേർ റോഡിലോട്ട് പോകുമ്പോൾ എന്തെടുക്കും? റോഡിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും വണ്ടിയൊക്കെ വരികയാണെങ്കിൽ അമ്മമാർ കൊച്ചിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് 2 അടി അങ്ങോട്ട് അടിക്കും. അതിലെല്ലാ കുഞ്ഞിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് വെക്കും. കൊച്ചല്ലേ, കൊച്ചിനെന്തറിയാ എന്ന് പറയുന്ന പോലെ കേസി മാമൻ കാണിക്കുന്നത്. മോശമാക്കാനും അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനും ഒക്കെ പോകുന്നത് ഇനിയുള്ള അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു ചരിത്ര വിജയമാണ് UDF ലഭിച്ചത്. ആ വിജയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ 3 പേരുടെയും പേരുമായി ബന്ധപ്പെട്ട് ചില പ്രകടനങ്ങൾ നടന്നത്. അത് ആവേശഭരിതരായ ആളുകളോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളോ ഒക്കെ ഇങ്ങനെ ബോർഡുകൾ വെക്കുകയും ബാനറുകൾ കെട്ടുകയും ജാഥ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും രമേശ് ചെന്നിത്തലയുടെ അത്യാവശ്യം കുറവായിരുന്നു കേട്ടോ. 1-2 ആൾക്കാർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവിടെ ഇന്നലെ ഹരിപ്പാടൊന്നും ആരും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല രമേശ് ചെന്നിത്തലയുടെ. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രം ഉണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിപ്പോഴല്ലേ എത്ര ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. ഇത് ഓരോരുത്തർക്ക് വേണമെങ്കിൽ ആഘോഷിക്കുക ഇതെടുത്ത് വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും ഇതിനെ വിമർശിക്കാൻ പോലും ഒരു യോഗ്യതയില്ലെന്ന് ഞാൻ പറയത്തുണ്ട്. പണ്ട് പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള പോരും കാര്യങ്ങളും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അങ്ങോട്ട് രാവിലെ അച്ചു തുടങ്ങിയാൽ വൈകിട്ട് പിണറായി തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ ഒരു യോഗ്യതയില്ല. വന്ന് കമന്റ് ഇടാനോ എഴുതാനോ യോഗ്യതയില്ല. ഓക്കെ, ഇനി പ്രവർത്തകർ ഇതറിഞ്ഞപ്പോൾ തന്നെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോസുകളൊക്കെ ഇന്ന് കണ്ടിട്ട് വരാം. പോകാതെ നിലനിന്ന 3 പേരും ഒന്നിച്ചു വന്ന പ്രവർത്തകരോട് ഫ്ലക്സുകളും ബോർഡുകളും എല്ലാം നീക്കം ചെയ്യണം. ഇന്ന് രാത്രി തന്നെ എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം അവർ സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ. നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്ന് രാത്രി തന്നെ ആ ഫ്ലക്സ് ബോർഡുകൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്തുള്ള കാഴ്ചകളാണ്. പക്ഷേ തൊട്ടുപിറകെ മറ്റു ജില്ലകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ നീക്കം ചെയ്യുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങളൊക്കെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ്. ഇതിൽ 3 നേതാക്കളും ഒരുപോലെ ഈ രീതിയിൽ ഈ തെരുവിലിറങ്ങുന്നതും പോസ്റ്ററുകൾ ഫ്ലക്സുകൾ വെക്കുന്നത് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജസ്റ്റിന, തിരുവനന്തപുരത്ത് ഒരു തുടക്കം മാത്രമായിരിക്കാം. അതേസമയത്ത് തന്നെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലെല്ലാം പോസ്റ്ററുകൾ ഫ്ലക്സുകളൊക്കെ ഉണ്ട്. അത് പക്ഷേ ഈ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് രാത്രി തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഫ്ലെക്സുകളൊക്കെ മാറ്റി തുടങ്ങി. അത് 3-ൽ മുഖ്യനാരെന്നുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ നേതാക്കൾ 3 പേരും ഒരുമിച്ച് സംസാരിച്ചതോടു കൂടിയാണ് ഈ ഫ്ലെക്സുകൾ മാറ്റാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെയാണ് ഈ വെള്ളയമ്പലത്താണ്, അതായത് KPCC ഓഫീസിന്റെ ഏതാണ്ട് തൊട്ടടുത്തുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബോർഡുകൾ മറ്റും സ്ഥാപിച്ചിരുന്നത്. അത് VD സതീശന് അനുകൂലമായിട്ടും KC വേണുഗോപാലിന് അനുകൂലമായിട്ടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടും ഒക്കെ ഉള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു. കരിയോയിൽ പ്രയോഗവും ഫ്ലെക്സ് കീറലും ഒക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് ഉമ്മൻചാണ്ടിയുടെ കൂടെ വലിച്ചു കയറിയപ്പോഴാണ്. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നീയൊക്കെ ഒരു കോൺഗ്രസ് പ്രവർത്തകരാണോടാ? നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് വേണ്ടി നിങ്ങളൊക്കെ ഈ കാണിച്ച ഒരു കാര്യങ്ങൾ 10 വർഷം ഇവിടുത്തെ കേരളത്തിന്റെ അടുത്ത് കാണിച്ചായിരുന്നെങ്കിലും, പ്രത്യേകിച്ച് പ്രായം ചെന്ന കുറെ ആൾക്കാർ ഈ സമരത്തിൽ അവിടെയൊക്കെ പങ്കെടുത്താലോ കുറെ ചെറുപ്പക്കാർ പേടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്രായം ചെന്ന വ്യക്തികളൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കീറാൻ വേണ്ടി നിന്റെയൊക്കെ കൈ പൊങ്ങിയപ്പം നീക്ക് ഏത് തരക്കാരാടാ? നീക്ക് ഏത് കോൺഗ്രസ്സുകാരാ? അറിയാൻ മേത്തോണ്ട് ചോദിക്കും. ഇത് കാണുന്നവരോടെ ഞാൻ പറയുന്നത്. കുറെ തന്തയ്ക്ക് പറക്കാത്ത കുറെ ടീമുകൾ വന്നേക്കുന്നു കോൺഗ്രസിനെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി. ചാണ്ടികുമ്മൻ ഇത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ ഇവിടം വരെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 70% സെറ്റായെന്ന് പറയാം. ബാക്കി 30%. കണ്ടറിയാം ഗൈസ്, കണ്ടറിഞ്ഞേ പറ്റൂ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക. പ്രത്യേകിച്ച് സബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.